പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ബാലരാമപുരം BRCയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലരാമപുരത്ത് വെച്ച് 2024 മെയ് 14 മുതൽ 18 വരെ നടക്കുന്ന HS ഫിസിക്സ് അധ്യാപക സംഗമം. രാവിലെ 9:30 തന്നെ അധ്യാപകർ എല്ലാം ഹാളിൽ സന്നിഹിതരായിരുന്നു. വീണ്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായി ഭിത്തിയിൽ പതിപ്പിച്ച QR കോഡ് സ്കാൻ ചെയ്യാനായി അധ്യാപകരുടെ തിക്കും തിരക്കും. തുടക്കം സാന്ത്വന സിസ്റ്ററിൻ്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി. ബ്രിജറ്റ് ടീച്ചർ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. BPC ശ്രീ അനീഷ് സാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. RPമാരായി ശ്രീ സജി സാർ, ശ്രീ സനൽ സാർ, ശ്രീമതി ബ്രിജറ്റ് ടീച്ചർ. സനൽ സാർ അധ്യാപക സംഗമത്തെക്കുറിച്ചുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പറയുകയുണ്ടായി. കോഴ്സ് ലീഡറായി സിസ്റ്റർ സാന്ത്വനയെ തിരഞ്ഞെടുത്തു. തുടർന്ന് 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഓരോ ഗ്രൂപ്പുകാരും ഗ്രൂപ്പിൻ്റെ പേര്, ഗ്രൂപ്പ് ലീഡർ, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇവ പരിചയപ്പെടുത്തി. ശേഷം ഒപ്പമുണ്ട് എന്ന ഗെയിം കളിക്കുകയുണ്ടായി. ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർ കണ്ണുകെട്ടി ബാക്കി ഗ്രൂപ്പുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് സ്വന്തം ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി ലക്ഷ്യസ്ഥാനത്തെ ബലൂൺ പൊട്ടിക്കുകയായിരുന്നു ഗെയിം. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മനോഹരമായി കളിച്ച 5ാം ഗ്രൂപ്പ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ ഗെയിമും ക്ലാസ് റൂം പ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്ന് സൂചിപ്പിക്കുന്ന 5 ചോദ്യങ്ങൾ 5 ഗ്രൂപ്പുകൾ ഡിസ്കസ് ചെയ്ത് സനൽ സാറിൻ്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളുടെയും സമൂഹത്തിൻ്റെയും സപ്പോർട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഒരു പരിധിവരെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു എന്ന് ക്രോഡീകരിച്ചു. ദാർശനിക ചിന്താഗതികൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് ഉൾച്ചേർന്നിരിക്കുന്നതെന്ന് 5 ചോദ്യങ്ങൾ 5 ഗ്രൂപ്പുകൾക്കായി നൽകിക്കൊണ്ട് ചർച്ച ചെയ്ത് ക്രോഡീകരിച്ചു. തുടർന്ന് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ സയൻസിൽ 1ാം ഗ്രൂപ്പുകാർ നെക്രോബയോട്ടിക്സിനെ കുറിച്ച് വിശദീകരിച്ചു. 2ാം ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒരു നാടൻ പാട്ടിലൂടെ ഞങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവേകി. പാഠപുസ്തകങ്ങളിൽ മാത്രം വിദ്യാഭ്യാസം ഒതുങ്ങി നിൽക്കാതെ കണ്ടെത്തലുകളിലേക്കും തൊഴിൽ നിപുണതയിലേക്കും നയിച്ചുകൊണ്ട് തലമുറയെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പ്രക്രിയയിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഓരോ കുട്ടികൾക്കും കഴിയണം എന്ന ആശയം ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നു. പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന 16 ലക്ഷ്യങ്ങളെക്കുറിച്ച് സനൽ സാർ വിശദീകരിച്ചു. തുടർന്ന് പാഠപുസ്തകം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്ത് 1ാം ദിവസത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. അധ്യാപക പരിശീലനം 2ാം ദിവസം 9:45 പ്രീത ടീച്ചർ ഈശ്വരഗാനം ആലപിച്ചു. 1ാം ദിവസത്തെ പ്രോസസ് ഡോക്യുമെൻറ്റേഷൻ 1ാം ഗ്രൂപ്പുകാർ അവതരിപ്പിച്ചു. തുടർന്ന് അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ മെസ്സേജ് ശ്രദ്ധിച്ചു. ഡിജിറ്റൽ എക്സ്പ്ലറേഷൻ സെഷനിൽ ഗ്രൂപ്പ് 1ലെ ടീച്ചർ AI സൈറ്റുകളായ ചാറ്റ് GPT, ജെമിനി എന്നീ വെബ്സൈറ്റുകളെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ബ്രീത്തിങ് എക്സസൈസ് പരിചയപ്പെടുത്തുകയുണ്ടായി. പ്രകാശത്തിൻ്റെ അപവർത്തനം, പൂർണ്ണാന്തര പ്രതിപതനം എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു ടിപ്പ് ആക്ടിവിറ്റി ഗ്രൂപ്പ് 5ലെ ബെനു സാർ നിർവഹിച്ചു. തുടർന്ന് RPയായ സനൽ സാർ ടീച്ചിങ് മാനുവൽ എഴുതാൻ ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു. പാനൽ ഡിസ്കഷൻ സെഷനായിരുന്നു അടുത്തതായി നടന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട 7 വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി ഡിസ്കഷൻ നടന്നു. പാഠ്യപദ്ധതി സമീപനം, അധ്യാപകരുടെ പങ്ക് വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ, ലിംഗനീതി അധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, പരിസ്ഥിതി വിദ്യാഭ്യാസം, നവസാങ്കേതിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ പാനലിൽ ചർച്ച ചെയ്തു. 2ാം ഗ്രൂപ്പിൽ നിന്നും സാന്ത്വന സിസ്റ്റർ സിമുലേഷൻ ക്ലാസ് എടുത്തു. വസ്തുക്കളുടെ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ
എങ്ങനെയുള്ള ബലമാണ് ആവശ്യമുള്ളതെന്ന് ആക്ടിവിറ്റീസിലൂടെ മനസ്സിലാക്കി തന്നു. വടംവലി മത്സരം നടന്നത് വളരെ ആവേശകരമായിരുന്നു. ബ്രേക്കിന് ശേഷം 1:45 അടുത്ത സെഷൻ ആരംഭിച്ചു. സിമുലേഷൻ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു അവലോകനം ഒന്നാം ഗ്രൂപ്പുകാർ നടത്തി. ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, വിലയിരുത്തൽ എന്നിവയെപ്പറ്റി വിശകലനം ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ് ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ സാറാണ് ക്ലാസ് എടുത്തത്. ചലന സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ഓരോ ഗ്രൂപ്പും ചെയ്തു. തുടർന്ന് ഒരു പരീക്ഷണത്തിലൂടെ S=ut+12at² എന്ന സമവാക്യം തെളിയിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ ഗ്രൂപ്പിലും ഡിസ്കഷൻ നടക്കുകയും ഗ്രൂപ്പ് 1-ൽ നിന്ന് ബീന ടീച്ചറും 5-ൽ നിന്ന് ശാരിക ടീച്ചറും അത് വിശദീകരിക്കുകയും ചെയ്തു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ് ഗ്രൂപ്പ് 5കാർ അവതരിപ്പിച്ചു. പെർസിസ്റ്റൻസ് ഓഫ് വിഷനുമായി ബന്ധപ്പെട്ട ടിപ്പ് ആക്ടിവിറ്റി അനീഷ് സാർ അവതരിപ്പിച്ചു. അവസാന സെഷനായി പാഠഭാഗം പരിചയപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ആദ്യത്തെ 3 ചാപ്റ്റർ ഓരോ ഗ്രൂപ്പുകാർ അവതരിപ്പിച്ചു. 4:30 പരിശീലനം അവസാനിച്ചു. 16/5/2024 അധ്യാപക പരിശീലനം കൃത്യം 9:30 സാന്ത്വന സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചു. അത് കഴിഞ്ഞ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഓരോ അധ്യാപകരായിട്ട് അവതരിപ്പിച്ചു. സനൽ സാർ അധ്യാപക പരിശീലനത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും കുട്ടികളുടെ നിലവാരം ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ അധ്യാപക പരിശീലനത്തിൽ ഉരുത്തിരിയണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ ടെക്സ്റ്റിൽ കൂടുതലും കുറവും വന്നിട്ടുള്ളതുമായ പാഠഭാഗങ്ങൾ വ്യക്തമായ ധാരണയോടെ അവതരിപ്പിക്കണമെന്ന് സനൽ സാർ നിർദ്ദേശിക്കുകയും ചെയ്തു. അതുകഴിഞ്ഞ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ഒന്നാമത്തെ 9ാം ക്ലാസ്സിലെ അധ്യായം അവതരിപ്പിക്കാനായിട്ട് എത്തി. രമി ടീച്ചർ, ഷീന ടീച്ചർ ഇവരാണ് അവതരിപ്പിച്ചത്. ആശയഭൂപടം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ പാഠഭാഗങ്ങളും ഓരോ ഗ്രൂപ്പും കൈകാര്യം ചെയ്തത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ചലന സമവാക്യങ്ങൾ അവതരിപ്പിച്ചു. സാന്ത്വന സിസ്റ്റർ, ബീന ടീച്ചർ, സുധ ടീച്ചർ എന്നിവർ ആശയാവതരണം നടത്തി. അഞ്ചാമത്തെ ഗ്രൂപ്പ് ചലന സമവാക്യങ്ങളിലെ പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുകയും ലെറ്റസ് അസസ് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടും എന്ന് അഭിപ്രായം ഉന്നയിക്കുകയും ചെയ്തു. സനൽ സാർ റോഡ് നിയമങ്ങൾ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് വിശദീകരിച്ചു. മൂന്നാമത്തെ ഗ്രൂപ്പ് 3ാം ചാപ്റ്റർ അവതരിപ്പിച്ചു. അതുകഴിഞ്ഞ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി നടത്തിയത് സാന്ത്വന സിസ്റ്ററാണ്. അത് നടത്തിയത് കൗതുകവും ഉത്സാഹവും ഉണർത്തുന്നതായിരുന്നു. ഭിന്നശേഷി കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിമുലേഷൻ ക്ലാസ് സുബി സാറാണ് കൈകാര്യം ചെയ്തത്. വളരെ ഉന്നത നിലവാരം പുലർത്തിയ ക്ലാസ് ആയിരുന്നെങ്കിലും ഒരു പരിധിവരെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന്, പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടാകുമെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഉച്ചയൂണിനായി 1 മണിക്ക് പിരിഞ്ഞു. ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ക്ലാസ് സുബിസാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഇവാലുവേഷനാണ് നടത്തിയത്. 1ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് സാന്ത്വന സിസ്റ്ററും 3ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് രഞ്ജു ടീച്ചറും 4ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് മിനി ടീച്ചറും 5ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ശാരിക ടീച്ചറും വിലയിരുത്തൽ നടത്തി. വിവിധതരം ഭിന്നശേഷികളെക്കുറിച്ച് പ്രഷ എന്ന ആപ്പ് ദിവ്യ ടീച്ചർ പരിചയപ്പെടുത്തി. അടുത്തതായി വിവിധ ടീച്ചർമാരുടെ ടീച്ചിങ് മാനുവൽ അവതരണമായിരുന്നു. ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ ടീച്ചിങ് മാനുവലുകൾ അവതരിപ്പിച്ചു. ആദ്യത്തെ 3 ചാപ്റ്ററുകളെ ആസ്പദമാക്കിയുള്ള ടീച്ചിങ് മാനുവലാണ് അവതരിപ്പിച്ചത്. വളരെ മനോഹരമായിട്ടാണ് എല്ലാ ഗ്രൂപ്പും അവതരിപ്പിച്ചത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ടീച്ചിങ് മാനുവലിലുണ്ടായ തിരുത്തലുകളും സനൽ സാറ് നിർദ്ദേശിക്കുകയും
ആ തിരുത്തലോടുകൂടിയാണ് പുതിയ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഗ്രൂപ്പിലെ ബീന ടീച്ചർ ടീച്ചിങ് മാനുവൽ അവതരിപ്പിക്കുന്ന സമയത്താണ് SSK കൺസൾട്ടൻ്റായ സുരേഷ് സാറ് മോണിറ്ററിംഗായി എത്തിയത്. വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ക്ലാസ് രസകരമാകുന്നതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അധ്യാപക പരിശീലന ക്ലാസ്സിൽ നിന്ന് സുരേഷ് സാർ വിടവാങ്ങിയപ്പോൾ ബീന ടീച്ചർ ബാക്കി ടീച്ചിങ് മാനുവൽ അവതരിപ്പിക്കാനായി എത്തിയെങ്കിലും സമയം 4:30 കഴിഞ്ഞതുകൊണ്ട് പരിശീലനം അവസാനിപ്പിക്കാൻ RPമാർ തീരുമാനിച്ചു. തുടർന്ന് ഡേ ഇൻഡ് ഇവാലുവേഷൻ നടത്തി. സാന്ത്വന സിസ്റ്റർ നാളത്തെ പ്രധാന ഡ്യൂട്ടികൾ ഏതാണെന്ന് ഗ്രൂപ്പിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ദിവസത്തെ അധ്യാപക പരിശീലനം അവസാനിപ്പിച്ചു.